ഹായ് ഫ്രണ്ട്സ്, മീനൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഹോം റെമഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഫത്തിൻ്റെ പ്രശ്നങ്ങളും ജലദോഷവും ഒക്കെ വരാൻ ചാൻസ് ഉള്ള സമയമാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഹോം റെമഡിയാണിത്. ഞാൻ എനിക്കും എൻ്റെ മക്കൾക്കുമൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതൊരു സിറപ്പായിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ കഷ്ണം 3 വലിയ കഷ്ണം ജിഞ്ചർ എടുത്തിട്ടുണ്ട്, അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിന് വെള്ളം ചേർക്കണ്ട, കാരണം ആ ഓണിയൻ്റെയും ജിഞ്ചറിൻ്റെയും ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് അരച്ചെടുക്കാൻ ഇതിനെ. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിപ്പയിലോട്ട് നല്ല അരിച്ചെടുക്കാം, ഇതിൻ്റെ ചാറ് മാത്രം. അപ്പോൾ നമ്മൾ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിലൊന്ന് നമുക്ക് നോക്കാം എത്രയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഓക്കെ, ഓൾമോസ്റ്റ് 1 ഗ്ലാസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1 ഗ്ലാസ് തേനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തേനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കാരണം ഇനി തേൻ ഒഴിക്കേണ്ടി വരുമോ, കാരണം മധുരം ഇല്ലെങ്കിൽ കുട്ടികൾ കഴിക്കത്തില്ല. കുറച്ചും കൂടെ തേനിൻ്റെ ആവശ്യമുണ്ട്. ഇത്രയും വേണ്ടി വരും. ഓക്കെ, അതും ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേനൊക്കെ കറക്റ്റ് അളവിന് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി തന്നെ ഒന്ന് കൊടുത്ത് നോക്കാം, ടേസ്റ്റ് നോക്കാൻ. എങ്ങനെയുണ്ട്? ഹണിയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. മതിയല്ല? മതി. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി ഒന്ന് ഒരു ബോട്ടിലോട്ട് ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് കുറേ നാളിരിക്കും. ഇതുപോലെ ജ്യൂസായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കണമെന്നില്ല. ഇത് നമുക്ക് കുഞ്ഞു പീസാക്കി നമുക്ക് തേനിലിട്ടും കഴിക്കാം. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.